ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10th പ്രിലിംസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഉള്ളൊരു സംശയമായിരിക്കും, എങ്ങനെയാണ് ഈ 10th പ്രിലിംസിന് അപ്ലൈ ചെയ്യേണ്ടത്. 10th പ്രിലിംസ് നമ്മൾ PSCയുടെ സൈറ്റിൽ കയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ സംശയമുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 10th പ്രിലിംസിന് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ PSCയുടെ പ്രൊഫൈലിൽ 10th ക്ലാസ് SSLC ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ കാണും. 10th ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള ഒരുപാട് പോസ്റ്റുകൾ കാണും. അപ്പോൾ ആ പോസ്റ്റിനെല്ലാം കൂടെ PSC നടത്തുന്ന ഒരു പൊതുവായ ഒരു പരീക്ഷയാണ് ഈ 10th പ്രിലിംസ് എന്ന് പറയുന്നത്. അതായത് ഓരോ പോസ്റ്റിനും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റോർ കീപ്പർ, ലാബ് അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പം അതിനെല്ലാം സെപ്പറേറ്റ് പരീക്ഷ നടത്താതെ 10th ക്ലാസ്സിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് ഒരു പരീക്ഷ നടത്തുന്നതാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ 10th പ്രിലിംസിന്റെ ഒരു ഘട്ടം എക്സാം ഈ ഡിസംബർ 28 നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ പോസ്റ്റാന്ന് വെച്ചാൽ സ്റ്റോർ കീപ്പർ കാറ്റഗറി ശ്രദ്ധിച്ചോണം, 2 കാറ്റഗറിയിലായിട്ട് നടക്കുന്നുണ്ട്. അടുത്തത് അസിസ്റ്റന്റ് ടൈം കീപ്പർ, അത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ എറണാകുളത്തും പാലക്കാടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ, എല്ലാം പ്രിലിംസ് എക്സാം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും അത്യാവശ്യം ഇപ്പം വന്നിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, ഈ 28 നടക്കുന്ന പ്രിലിംസ് ആണ്. ഇടുക്കിയുണ്ട്. അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പാലക്കാട്, പിന്നെ ഇവിടെ മലപ്പുറം, കോഴിക്കോട്, എല്ലായിടത്തും പ്രിലിംസ് നടക്കുന്ന 28. പിന്നെ അതുപോലെ തന്നെ വയനാട്, പിന്നെ ലാബ് അസിസ്റ്റന്റ് എവിടെ, കണ്ണൂർ, കാസർഗോഡ്, അതും ലാബ്. പിന്നെ ഓഫീസ് അറ്റൻഡന്റ്, അത് എവിടെയാണ്, സ്റ്റേറ്റ് വൈഡ് നടക്കുന്നുണ്ട്. അതിന്റെ ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക. അതുപോലെ തന്നെ പിയൂണ് ഡിപ്പാർട്ട്മെന്റ്. 10th പ്രിലിംസ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ ഡിസംബറിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ആയിട്ട് ഇപ്പൊ നിലവിൽ കലണ്ടർ വന്നതനുസരിച്ച് 10th പ്രിലിംസിന്റെ എക്സാം നടക്കാനായിട്ടുണ്ട്. സോ അപ്പം ഈ 28-ാം തീയതി പ്രിലിംസ് എക്സാം എഴുതാനുള്ള പോസ്റ്റുകളാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അപ്പം ഈ പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്തവർ എന്തായാലും പഠിച്ചു തുടങ്ങിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ ഇനി റിവിഷൻ ചെയ്യാനൊക്കെയുള്ള സമയമേ ഉള്ളൂ. എന്തായാലും 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക, അതുപോലെ തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക, സിലബസിനനുസരിച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഇനി എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. യൂട്യൂബ് ചാനലായാലും അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ എന്തായാലും പഠിക്കുക. ഇനിയും ജനുവരി ഫെബ്രുവരി മാസത്തേക്ക് പ്രിലിംസ് എഴുതാനുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുക. സിലബസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിലബസിനനുസരിച്ച് എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റും. സിലബസിനനുസരിച്ച് നമുക്കിപ്പം ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് അത്രയും നമുക്ക് നല്ല തറവായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഡിസംബറിൽ പ്രിലിംസ് എഴുതുന്നവർക്കും ഇനിയും വരാനിരിക്കുന്ന പ്രിലിംസ് എഴുതുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓക്കേ.